ഹായ്, സുഖമല്ലേ എല്ലാവർക്കും? ഞാനിന്ന് പാലക്കാടുകാരുടെ സ്പെഷ്യൽ വന്നി എന്ന് പറഞ്ഞിട്ടൊരു കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇത് നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണം. ഞങ്ങളുടെ വീട്ടിലൊരു പൂജയ്ക്ക് ഒരു വിശേഷത്തിന് ഒരു സ്വാമി വന്നിട്ടുണ്ടായിരുന്നു സദ്യ ഉണ്ടാക്കാൻ. അപ്പോൾ രാത്രി കുറേ ആൾ ഊണ് കഴിക്കാണ്ടായിരുന്നു. അപ്പോൾ അവിയലിനൊക്കെ മുറിച്ച് വെച്ച തലേദിവസം രാത്രി മുറിച്ച് വെച്ച കഷ്ണത്തിൽ നിന്ന് കുറച്ച് എല്ലാ കഷ്ണവും എടുത്തിട്ട് സ്വാമി ഒരു കറി ഉണ്ടാക്കി. വന്നി എന്നാണ് അതിൻ്റെ പേര് കേട്ടോ. ആ കറിയാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു കഷ്ണം മത്തങ്ങ, ഒരു കഷ്ണം ചൊരയ്ക്ക അല്ലെങ്കിൽ കുമ്പളങ്ങ, പിന്നെ മുരിങ്ങക്കായാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ മത്തങ്ങയുടെ കുരു ഒന്നും കളയണ്ട കേട്ടോ. ഇതുകൊണ്ട് നമുക്ക് വേറൊരു സൂത്രമുണ്ട്, അതൊരു മാറ്റി വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഈ അവിയലിനെടുക്കുന്ന എല്ലാ കഷ്ണങ്ങളും നമുക്ക് ഈ കറിക്കും എടുക്കാൻ പറ്റും. ഞാൻ പക്ഷേ ഈ 3 കഷ്ണം എൻ്റെ കയ്യിൽ കിട്ടി ഞാൻ അപ്പോൾ ഈ കറി ഉണ്ടാക്കും. അന്ന് കുറേ കാലം മുമ്പ് ഉണ്ടാക്കി സ്വാമി പറഞ്ഞു തന്നാണ്. പക്ഷെ ഞാൻ അന്ന് തൊട്ട് ഈ കറി സ്ഥിരമായിട്ട് ഉണ്ടാക്കലുണ്ട്. നല്ല ടേസ്റ്റിയാണ്, ഈസിയാണ്. 10 മിനിറ്റ് മതി, കഷ്ണം വേവണ സമയം മതി. അപ്പോൾ നമുക്ക് ഈ മത്തങ്ങയും ചൊരയ്ക്കയും മുരിങ്ങക്കായും ഒക്കെ നമ്മൾ അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് നമ്മൾ എലിശ്ശേരിക്ക് കരിയില്ലേ അതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടാനുള്ള പാകത്തിൽ ഇതുപോലെ അരിഞ്ഞു വെച്ചോളൂ കേട്ടോ. ഇന്ന് രാവിലെ തൊട്ട് ഗംഭീര ബഹളമായിരുന്നു കിളികളുടെ. ഒരുപാട് നേരം ഇതേപോലെ കുറേ നേരം ഇങ്ങനെ തന്നെയായിരുന്നു. പിന്നെ അവരുടെ ശബ്ദമൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തത്. ഇനി ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് നന്നായി കഴുകിയെടുക്കാം. ഇനി ഈ കഴുകിയ കഷ്ണങ്ങൾ നമ്മൾ ഏത് പാത്രത്തിലാണോ കറി വയ്ക്കുന്നത്, ചട്ടിയിലോ എന്തിലാച്ചാൽ അതിലിട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചോളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് വേവിക്കാൻ വെക്കണം. എരിവിന് വേണ്ടി നമ്മളിതിൽ പച്ചമുളകാണ് കേട്ടോ ഇടണം. അപ്പോൾ ഞാൻ ഇതിലൊരു 5-6 പച്ചമുളക് നടുവ് ചീന്തിയിട്ടിട്ടുണ്ട്. പിന്നെ ഉപ്പ് ഇടണ്ട, കഷ്ണം ഒന്ന് വെന്ത ശേഷം ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയും പച്ചമുളകാണ്, ഞാനൊരു 4 വലിയ പച്ചമുളക് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് അതൊക്കെ ചേർത്തിക്കോളൂ. ഇനി നമുക്കിതിനെ അടച്ച് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിക്കാം. അപ്പോൾ അത് അവിടെ ഇരുന്ന് വേവട്ടെ കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് മത്തങ്ങക്കുരു എടുത്ത് മാറ്റി വെച്ചിട്ടില്ലേ, നിങ്ങളും ചെയ്യാറുണ്ടാവുമായിരിക്കും. എന്നാലും ചെറുപ്പകാലത്ത് ചില ഓർമ്മകളൊക്കെ ഇടയ്ക്ക് ചെയ്യുന്നത് നല്ല രസമല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് ആ മത്തങ്ങക്കുരു നമ്മുടെ ഒരു 4-5 സ്പൂൺ കുറച്ച് മത്തങ്ങക്കുരു ഉള്ളൂ. അപ്പോൾ കുറച്ച് പുഴുങ്ങലരിയുടെ കൂടെ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തു. ഇത് കുറച്ച് ഉപ്പ് വെള്ളം തെളിച്ചിട്ടാണ് വറക്കേണ്ടത്. ഇതിപ്പോൾ അത്രയും മാത്രമൊന്നും ഇല്ലാത്ത കാരണം ഞാൻ കുറച്ച് ഉപ്പിൻ്റെ തരി മേലെ വിതറി കൊടുത്തു കേട്ടോ. എന്നിട്ട് ഇതിനെ നന്നായിട്ട് അരി നല്ലോണം പൊരിഞ്ഞ് വരണം. എന്നിട്ട് നന്നായിട്ട് മത്തങ്ങക്കുരു നന്നായിട്ട് വറക്കണം. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഒരു ചെറിയ പാത്രത്തിലിട്ട് അവിടെ വെച്ചോളൂ. ഇടയ്ക്കൊക്കെ നമുക്കിതിങ്ങനെ ടൈം പാസ്സായിട്ട് ഇടയ്ക്കൊക്കെ എടുത്ത് വായിലിടാം. അപ്പോൾ നമുക്ക് നല്ല രസമാണ് കഴിക്കാൻ. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നിങ്ങൾ ട്രൈ ചെയ്യാറുണ്ടാവുമായിരിക്കും. എന്തായാലും നിങ്ങളിത് ഇങ്ങനെ ചെയ്യാറുള്ളവർ കമൻറ്റ് ചെയ്യൂ. ഇല്ലാത്തവർ എന്തായാലും ചെയ്തോളൂ. നമ്മളിപ്പോൾ വാട്ടർമെലൺ സീഡൊക്കെ പംകിൻ സീഡൊക്കെ പൈസ കൊടുത്ത് വാങ്ങി കഴിക്കണില്ലേ, നല്ലതാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കിട്ടുമ്പോൾ കളയണ്ട, ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഞാനതിനെ വറുത്ത് ചൂടാറിയപ്പോൾ ഒരു ചെറിയൊരു മത്തങ്ങയുടെ ഷേപ്പുള്ളൊരു ഡബ്ബുണ്ട്. അതെൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് തന്നാണ് ഗിഫ്റ്റ്. അപ്പോൾ ഞാൻ അതിൽ തന്നെ അതിട്ട് അടുക്കള അവിടെ തന്നെ വെച്ചു. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഐഡിയ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എല്ലാവരും ചെയ്യണതൊക്കെ തന്നെ ആയിരിക്കും, എന്നാലും അപ്പോൾ ഇത് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ എടുത്ത് നമുക്ക് ടൈം പാസിന് കഴിക്കാം. ഈ നേരം കൊണ്ട് നമ്മളുടെ കറിയുടെ കഷ്ണങ്ങളൊക്കെ വെന്തുണ്ടാവും കേട്ടോ. ഇതാ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നമ്മുടെ കഷ്ണം കറക്റ്റ് 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, അവയിലിടണ എല്ലാ കഷ്ണങ്ങളും ഇടാം. കയ്പുള്ള കഷ്ണം ഇടണ്ട, ബാക്കി എല്ലാ കഷ്ണവും തന്നെ ഇടാം കേട്ടോ. കായയോ ചേനയോ എന്ത് വേണമെങ്കിലും ഇടാം. ഇപ്പം നമ്മുടെ കഷ്ണം വെന്തൂലോ, പിന്നെ നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തി കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ടില്ല, ഇതൊന്ന് ചൂടാറിയതിന് ശേഷമാണ് ഇനി നമുക്കിതിലേക്ക് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇപ്പം നമ്മളുടെ കറി ആവശ്യത്തിന് ചൂടൊക്കെ ആറി തണുത്തിട്ടുണ്ട്, ഇളം ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പൊക്കെ മതിയൊന്ന് നോക്കിക്കോളൂ. ഇനി നമുക്കിതിലേക്ക് ചേർത്തേണ്ടത് മെയിനായിട്ട് നല്ല കട്ടിയുള്ള മോരാണ് കേട്ടോ. കട്ട ഉടച്ച മോരാണ് ഇതിലേക്ക് ചേർത്തി കൊടുക്കേണ്ടത്. തൈരല്ല, അധികം പുളിയില്ലാത്തത് മോര് വേണം ഇതിലേക്ക് ചേർത്തി കൊടുക്കാൻ. അപ്പോൾ കൊഴുപ്പുള്ള മോര് വേണം ഒഴിച്ചു കൊടുക്കണം. നല്ല വെള്ളം പോലത്തെ മോര് ഒഴിക്കണ്ട കേട്ടോ. മോര് ഇതിലേക്ക് ചൂടോടെ ഒഴിക്കാൻ പാടില്ല, മോര് ഒഴിച്ച ശേഷം തിളപ്പിക്കാനും പാടില്ല കേട്ടോ. അപ്പോൾ ഒന്ന് ചൂടാറിയ ശേഷമാണ് നമ്മളിതിലേക്ക് മോര് ഒഴിച്ച് കൊടുക്കണം. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റിയാണ്. പക്ഷെ നമുക്കതിൽ കുറച്ചുകൂടി സാധനങ്ങൾ ചേർത്താനുണ്ട്, അത് ചേർത്ത് തന്നെ വേണം. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ല മണമുള്ള പച്ച വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ.
ഇതാണ് അപ്പോൾ നമ്മുടെ പാലക്കാടുകാരുടെ സ്പെഷ്യൽ നമ്മുടെ സ്വാമി പറഞ്ഞു തന്ന ആ കറി കേട്ടോ, വന്നി. നല്ല രസമാണ് ഇത് കഴിക്കാൻ. ഇതിൻ്റെ കൂട്ടത്തിൽ നല്ല എരിവുള്ള ഉപ്പേരി മെഴുക്ക് വരട്ടികളാണ് നല്ലത്. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് കയ്പ്പയ്ക്ക മെഴുക്ക് വരട്ടിയാണ് കേട്ടോ. അപ്പോൾ ആ കയ്പ്പയ്ക്ക മെഴുക്ക് വരട്ടി ഒരു ഇത്തിരി സ്പെഷ്യലായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്, പക്ഷേ ഞാൻ വീഡിയോ എടുത്തില്ല. അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ ഇനി വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഈ നല്ല വന്നി ആ കയ്പ്പയ്ക്ക മെഴുക്ക് വരട്ടിയും കൂടിയിട്ട് കഴിച്ചു നോക്കും, എന്നിട്ട് പറയും നമുക്ക്. കയ്പ്പയ്ക്ക മെഴുക്ക് വരട്ടി തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ, പയറ് മെഴുക്ക് വരട്ടിയോ കൂർക്ക മെഴുക്ക് വരട്ടിയോ എന്തായാലും മതി. പക്ഷേ ഇത്തിരി ഇങ്ങനത്തെ മെഴുക്ക് വരട്ടിയാണ് ഈ കറിയുടെ കൂടെ ടേസ്റ്റ്. അപ്പോൾ ഈ വന്നി നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ ഇത് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ കറി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ അതെന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. മത്തങ്ങയും കുമ്പളങ്ങയും മുരിങ്ങക്കായും ഉണ്ടെങ്കിൽ ഇത് ചെയ്തോളൂ. ബാക്കി എല്ലാ കഷ്ണങ്ങളും ഉപയോഗിക്കാം, പക്ഷേ ഞാൻ സ്ഥിരമായിട്ട് ഈ 3 കഷ്ണങ്ങൾ ഇട്ടിട്ടാണ് ഈ കറി ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നമ്മളുടെ ഉപ്പേരിയും പിന്നെ നമ്മുടെ കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ പഴയ നാടൻ വിഭവങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.